വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ചേർന്ന് ചെങ്ങന്നൂരിൽ നിന്നുള്ള വെൽ വിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സഹോദരിക്ക് ഷോൾഡർ പെയിനിൽ നിന്നും കഴുത്തിലെ വേദനയിൽ നിന്നും സമ്പൂർണമായ സൗഖ്യം കർത്താവെ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇളയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ BBA സർട്ടിഫിക്കറ്റ് എത്രയും വേഗം തിരികെ ലഭിക്കുവാൻ, അതിനുള്ള ക്രമീകരണങ്ങൾ നടക്കുവാൻ, ഈ പ്രശ്നം മാറിപ്പോകാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് ആത്മീയ അനുഗ്രഹങ്ങളാൽ അവർ നിറയപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ മുഴുവൻ കുടുംബത്തെയും നല്ല ആരോഗ്യത്താലും സകല അനുഗ്രഹങ്ങളാലും കർത്താവെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അപ്പോൾ തന്നെ കർത്താവ്, തിരുവനന്തപുരത്തു നിന്നുള്ള വെൽവിഷർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. സകലവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞതിന് കർത്താവ് ഈ സമയത്ത് തന്നോട് ചേർന്ന് ഞങ്ങളെല്ലാവരും അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. മാത്രമല്ല, ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകലവിധ ബന്ധനങ്ങളിൽ നിന്നും സമ്പൂർണമായ വിടുതൽ കർത്താവ് ആ സഹോദരൻ അങ്ങ് നൽകുന്നതിനാൽ നന്ദി പറയും. കർത്താവ്, ഞങ്ങൾ ചോദിച്ചതും ചോദിക്കാത്തതുമായ ആവശ്യങ്ങളിൽ കർത്താവെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം. ഇന്നത്തെ 2 സ്പോൺസേഴ്സ് ഞങ്ങളുടെ നാമത്തിൽ ഈ സമയത്ത് ലോകം എമ്പാടുമുള്ള എല്ലാ വ്യൂവേഴ്സും ചേർന്ന് ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെടുമങ്ങാട് ജൂൺ 19 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. PV ഓഡിറ്റോറിയം, പഴക്കുറ്റി, നെടുമങ്ങാട്, തിരുവനന്തപുരം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജൂൺ 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഫെലോഷിപ്പ് ഓഡിറ്റോറിയം, തിരുവല്ല. പേര് മേരി റെജി എന്നാണ്. ഇവർ വന്നിരിക്കുന്നത് നേര്യമംഗലത്തു നിന്നാണ് വന്നിരിക്കുന്നത്, തലക്കോട് ഭാഗത്തു നിന്നാണ്. 1 വർഷം മുൻപ്, അതായത് കഴിഞ്ഞ ജൂണിലാണ് ഇവർ ബ്ലെസ്സിംഗ് ടുഡേ എന്ന പ്രോഗ്രാം ആദ്യമായിട്ട് കാണാൻ തുടങ്ങിയത്. ഇവർ ബ്ലെസ്സിംഗ് ടുഡേ കാണാൻ തുടങ്ങുന്ന സമയത്ത് ഇവർ അനുഭവിച്ചിരുന്ന പ്രയാസം എന്ന് പറയുന്നത് 22 വർഷമായിട്ട് ഇവർ പൈൽസിൻ്റെ അസ്വസ്ഥത മൂലം ബുദ്ധിമുട്ടുന്നു. 22 വർഷമായിട്ട് ഇവർക്ക് ചില പ്രത്യേക കറികളൊന്നും കൂട്ടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടാവുന്നു. ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് ഇവർ പോയിരുന്നത്. ഒരു കൊതി തോന്നിയെങ്ങാൻ കറി കഴിച്ചു കഴിഞ്ഞാൽ ചില ആഴ്ചകളോളം അതിൻ്റെ വേദനയും പ്രയാസങ്ങളും ആയിരിക്കും. അവർ ബ്ലെസ്സിംഗ് ടുഡേ കാണാൻ തുടങ്ങി. ഓരോ ആഴ്ച കഴിഞ്ഞപ്പോഴും ഇവരുടെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. ഇവർ പിന്നീട് പറഞ്ഞു, ഒരു രക്തസ്രാവക്കാരിയെ യേശുവിനെ സൗഖ്യമാക്കാമെങ്കിൽ യേശുവിനെ എന്നെയും സൗഖ്യമാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അവരൊരു ഏകദേശം ഒരു 4 മാസത്തോളം തുടർച്ചയായി ബ്ലെസ്സിംഗ് ടുഡേ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിൽ ഡാമിയൻ ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ പൈൽസ് രോഗം നിമിത്തം ബ്ലീഡിംഗ് ഉള്ള ഒരു സഹോദരിയെ യേശു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ 8 മാസമായി. അതിനുശേഷം ഇവർക്ക് ബ്ലീഡിംഗ് ഉണ്ടായിട്ടില്ല. ഇവർക്ക് ഏത് ഭക്ഷണ സാധനം വേണമെങ്കിലും കഴിക്കാം. യാതൊരു പ്രശ്നവുമില്ലാതെ ദൈവം ഇവരെ പരിപൂർണമായി സൗഖ്യമാക്കി. ഏതൊക്കെ ഭക്ഷണമായിരുന്നു ആന്റി ബുദ്ധിമുട്ടുണ്ട്? കോഴിക്കറി, പിന്നെ പയറുവർഗ്ഗങ്ങളൊന്നും, എരിവ് പൊടിയൊന്നും കഴിക്കില്ലായിരുന്നു. അപ്പൊ എനിക്ക് ബാത്റൂമിൽ പോയി ഭയങ്കരമായ ബ്ലീഡിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ അസ്വസ്ഥ കൊണ്ട് പോകാതിരുന്നിട്ടുണ്ട്, കണ്ടിട്ട് പേടിച്ചിട്ട്. ആശുപത്രിയിലൊന്നും പോയി മരുന്ന് കഴിച്ചു, കുറഞ്ഞില്ല. അപ്പൊ ഞാൻ തന്നെ പ്രാർത്ഥിച്ചു, യേശു. എന്ത് മരുന്ന് കഴിച്ചു? ആയുർവേദം കഴിച്ചു, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇനി ഓപ്പറേഷൻ ചെയ്യാതെ മാറില്ലാന്ന്. ഞാൻ ഓപ്പറേഷത്തിന് പോയില്ല. കർത്താവ് സുഖപ്പെടുത്തി, രക്തസ്രാവം മാറ്റിയ സ്ത്രീയെ സുഖപ്പെടുത്തിയവരെ എന്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തുന്നു. വിശ്വാസം നോക്കാം. ബൈബിളിലെ വചനം വെച്ചിട്ടുള്ള വിശ്വാസമാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പൊ എനിക്ക് ആ വേദനയില്ല, ബ്ലീഡിങ് പോണേ ഇല്ല. കൈകളടിച്ച് കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തുതിക്കാമോ? കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മകളെ ഞങ്ങൾ ഇപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. അങ്ങ് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി, വിടുതലിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Let's read a verse from the Bible. നമുക്കൊരുമിച്ച് ബൈബിളിൽ നിന്ന് ഒരു വചനം വായിക്കാം. We are going to read from the last book of the Bible. നമ്മൾ ബൈബിളിലെ അവസാന പുസ്തകത്തിൽ നിന്നും വായിക്കാൻ പോകുന്നു. The book of Revelation. വെളിപ്പാട് പുസ്തകം.
Hallelujah. ഹല്ലേലൂയ. Let's read from chapter 1 നമുക്ക് 1-ാം അധ്യായം വായിക്കാം. and verse number 17 and 18. 17-ഉം 18-ഉം വചനം. When I saw him, I fell at his feet as though dead. When he placed his right hand on me and said, "Do not be afraid. I am the first and the last. I am the living one. I was dead, and behold, I am alive forever and ever. And I hold the keys of death and Hades." I think you can read now. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. When we read these verses ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ in the book of Revelation, വെളിപ്പാട് പുസ്തകത്തിൽ John the apostle was seeing Jesus in the vision. യോഹന്നാൻ യേശുവിനെ വെളിപ്പാടിലൂടെ കാണുകയാണ്. He was taken up in the spirit, അവൻ ആത്മാവിൽ എടുക്കപ്പെട്ടു. and that was a Sunday. അതൊരു ഞായറാഴ്ച ദിവസമാണ്. He was alone അവൻ ഒറ്റക്കായിരുന്നു in an island called Patmos. പത്മോസ് എന്നു പേരുള്ള ഒരു ദ്വീപിൽ. Sunday morning there was no one else to sit with him and worship. ഞായറാഴ്ച രാവിലെ അവന്റെ ഒപ്പം ഇരുന്ന് ആരാധിക്കുവാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. He was alone. അവൻ ഒറ്റയ്ക്കായിരുന്നു. But that time Jesus came പക്ഷെ യേശു ആ സമയം and വന്നു. appeared before John the apostle. യോഹന്നാൻ അപ്പോസ്തലന് മുൻപാകെ പ്രത്യക്ഷപ്പെട്ടു. And the Bible says, വചനം പറയുന്നു, when John saw Jesus, യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ he fell at his feet. അവൻ അവന്റെ കാൽക്കലേക്ക് വീണു. John, the same John, has seen Jesus many times before. ഇതേ യോഹന്നാൻ തന്നെ യേശുവിനെ പലതവണ കണ്ടിട്ടുണ്ട്. Do you remember? നിങ്ങൾ ഓർക്കുന്നു? On the day of the Last Supper, യേശു അന്ത്യത്താഴം അവർക്ക് നൽകിയ സമയത്ത് he was leaning against the bosom of Jesus. അവൻ യേശുവിന്റെ മാറോട് ചാരിക്കിടക്കുകയായിരുന്നു. That intimacy he had with Jesus. അത്രയ്ക്ക് അടുപ്പം അവൻ യേശുവുമായിട്ടുണ്ടായിരുന്നു. He had touched him. അവനെ തൊട്ടിട്ടുണ്ട്. He had done like this with Jesus. ഇതുപോലെ അവൻ യേശുവിന്റെ അടുക്കൽ പ്രവർത്തിച്ചിട്ടുണ്ട്. They had eaten together. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. They had traveled together. ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. 3.5 years they had lived together. 3.5 വർഷങ്ങൾ അവർ ഒരുമിച്ച് ജീവിച്ചു. But this time, ഈ സമയം when Jesus was seen, യേശുവിനെ അവൻ കണ്ടപ്പോൾ John the apostle fell prostrate before him. യോഹന്നാൻ അപ്പോസ്തലൻ നേരെ അവന്റെ മേൽ കവിണ്ണു വീണു. What made the difference? എന്താണ് ഇപ്പോഴുണ്ടായ വ്യത്യാസം? When Jesus was before his death, യേശു തന്റെ മരണത്തിന് മുൻപ് he was living in a body like ours, നമുക്കുള്ളതുപോലുള്ള ഒരു ശരീരത്തിൽ, flesh and bones, മാംസവും എല്ലുകളുമായി, ordinary human beings body. സാധാരണ ഒരു മനുഷ്യ ശരീരം. But today പക്ഷെ ഇന്ന് he died, അവൻ മരിച്ചു, he was buried, അവൻ അടക്കപ്പെട്ടു, and he was resurrected from the dead. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. Hallelujah. ഹല്ലേലൂയ. If you go to Jesus' tomb in Jerusalem, യെരുശലേമിലുള്ള യേശുവിന്റെ കല്ലറയ്ക്കൽ നിങ്ങൾ പോവുകയാണെങ്കിൽ door is open. ആ വാതിൽ തുറന്നു കിടക്കുന്നു. On the day Jesus rose up from the dead, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ദിവസം same John ഇതേ യോഹന്നാൻ and Peter, പത്രോസും they looked into the tomb. അവർ കല്ലറയ്ക്കകത്തേക്ക് നോക്കി. They could not see Jesus' dead body there. യേശുവിന്റെ ശവശരീരം അവർക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞില്ല. Not even one nail, ഒരു നഖം പോലും കാണുവാൻ കഴിഞ്ഞില്ല. not even one bone, ഒരു എല്ല് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. only some clothes. ചില വസ്ത്രങ്ങൾ മാത്രം. Are you listening to me? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? Are you listening to me? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? The disciples could not pick up even the little bone of the little finger. യേശുവിന്റെ ശിഷ്യന്മാർക്ക് യേശുവിന്റെ ചെറുവിരലിലെ ഒരു ചെറു അസ്ഥി പോലും അവിടെ നിന്ന് എടുക്കുവാൻ കഴിഞ്ഞില്ല. They could not collect anything, even a single hair. യേശുവിന്റെ ഒരു തലമുടി പോലും അവർക്ക് അവിടെ നിന്ന് ലഭിച്ചില്ല. Jesus rose up from the dead. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. Hallelujah. ഹല്ലേലൂയ. When he rose up, അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ he had a different body. അവന് വ്യത്യസ്തമായ ഒരു ശരീരമുണ്ടായി. Hallelujah. ഹല്ലേലൂയ. Not this flesh and blood, ഈ ശരീരവും രക്തവുമല്ല, but a glorious body, പക്ഷെ മഹത്വമുള്ള ഒരു ശരീരം, immortal body. അമർത്യമായ ശരീരം. Hallelujah. ഹല്ലേലൂയ. Somebody shout, Jesus is alive. ഉറക്കെ പറഞ്ഞാലും യേശു ജീവിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. When John and Peter went to the tomb, യോഹന്നാനും പത്രോസും കല്ലറയ്ക്കലേക്ക് പോയപ്പോൾ
if they had got at least a bone of Jesus, അവർക്ക് യേശുവിന്റെ ഒരു അസ്ഥിയെങ്കിലും അവിടെ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ they would carry the bone everywhere. അവര് ആ അസ്ഥി എല്ലായിടത്തും കൊണ്ടുപോയാനെ. This is the bone, holy bone of ഇത് all. യേശുവിന്റെ വിശുദ്ധ എല്ലാണ്. If you want to touch, you can touch. ഇത് തൊടണമെങ്കിൽ തൊടാം. This is the bone of the Savior. ഓ, ഇത് രക്ഷകന്റെ എല്ലാണിത്. If you want to touch, you can touch. നിങ്ങൾക്ക് തൊട്ട് നോക്കണമെങ്കിൽ തൊട്ട് നോക്കാം. 5 rupees. 5 രൂപ. But they could not get even a single nail or a hair or a little bone. യേശുവിന്റെ ഒരു എല്ലോ മുടിയോ നഖമോ ഒന്നും അവർക്ക് ആ കല്ലറയിൽ നിന്ന് കിട്ടിയില്ല. Jesus came out from the tomb with a glorious body. യേശു മഹത്വമുള്ള ഒരു ശരീരത്തോടുകൂടി കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. The Jesus you and me serve is not a dead Jesus, he is a living Jesus. ഞാനും നീയും സേവിക്കുന്ന യേശു ഒരു മരിച്ച യേശുവല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ ജീവിക്കുന്ന യേശുവാണ്. And I have another great news. മറ്റൊരു നല്ല വാർത്ത കൂടെ എനിക്ക് പറയാനുണ്ട്. That Jesus ആ യേശു is here tonight. അവൻ ഇന്ന് ഈ രാത്രി ഇവിടെ ഉണ്ട്. Praise the Lord. പ്രൈസ് ദ ലോർഡ്. Jesus said, യേശു പറഞ്ഞു, do not be afraid. നിങ്ങൾ ഭയപ്പെടേണ്ട. Look at me. എന്നെ നോക്കിയാലും This is what I have to tell you. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. Do not be afraid in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട. Why? എന്തുകൊണ്ട്? Jesus is still living. യേശു ഇന്നും ജീവിക്കുന്നു. Jesus is still living. യേശു ഇന്നും ജീവിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Lift up your hands. നിങ്ങളുടെ കരങ്ങൾ ഉയർത്താം. Say this after me. എന്നോടൊപ്പം ഇത് പറയാമോ? I will not be afraid of anything. ഞാൻ ഒന്നിനെയും ഒരു നാളും ഭയക്കുകയില്ല. Say it again. I will not be afraid of anything. ഒരിക്കൽ കൂടി പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഭയക്കുകയില്ല. Because my Jesus is alive. കാരണം എന്റെ യേശു ജീവിക്കുന്നു. Jesus said, യേശു പറഞ്ഞു, I am the first and the last. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. You read the book of Genesis, നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുക, you will see Jesus there. യേശുവിനെ അവിടെ കാണാൻ കഴിയും. Every book in the Old Testament, പഴയ നിയമത്തിലെ സകല പുസ്തകങ്ങളിലൂടെ നിങ്ങൾ പോകുക. Jesus is there in every psalm. യേശു എല്ലാ സങ്കീർത്തനങ്ങളിലും ഉണ്ട്. Jesus is there in every proverb. എല്ലാ സദൃശ്യവാക്യങ്ങളിലും യേശു ഉണ്ട്. Jesus is in the book of Isaiah. യെശയ്യാവിന്റെ പുസ്തകത്തിൽ യേശു ഉണ്ട്. Hallelujah. ഹല്ലേലൂയ. He was in the beginning. അവൻ ആദിയിലുണ്ടായിരുന്നു. And he will be there in the future eternity. അവൻ ഭാവി നിത്യതയിലും അവൻ ഉണ്ടായിരിക്കും. He is ever living. അവൻ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ. But because he loved you and me, അവൻ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നവനാണ്. he took permission from the Father. അവൻ പിതാവിൽ നിന്ന് അനുവാദം വാങ്ങി. He took leave from heaven. അവൻ സ്വർഗത്തിൽ നിന്ന് ലീവ് എടുത്ത്. Did you listen to that? നിങ്ങളത് കേട്ടോ? For 33 and a half years, 33.5 വർഷം he came to this world അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. because he loved you. കാരണം അവൻ നിന്നെ സ്നേഹിച്ചു. He put on human flesh. അവൻ മനുഷ്യന്റെ ശരീരമെടുത്തു. He lived as a man here. അവൻ ഇവിടെ ഒരു മനുഷ്യനായി ജീവിച്ചു. He lived as a Jew in this ഈ world. ലോകത്തിൽ ഒരു യഹൂദനായി യേശു ജീവിച്ചു. Do you know why? എന്തുകൊണ്ടെന്നറിയാമോ? He loves each and every one of us. നിങ്ങൾ ഓരോരുത്തരെയും യേശു ഒത്തിരി സ്നേഹിക്കുന്നു. John chapter 11, യോഹന്നാന്റെ സുവിശേഷം 11 verse number 25 and 26. 25 26 വചനങ്ങൾ. Jesus is speaking. യേശു പറയുന്നു. Jesus is speaking to the sister of Lazarus. ലാസറിന്റെ സഹോദരിയോട് യേശു പറയുന്നു. Jesus says, യേശു പറയുന്നു, I am the resurrection and the life. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. He who believes in me will live, എന്നിൽ വിശ്വസിക്കുന്നവൻ ജീവിക്കും. even though he dies. അവൻ മരിച്ചാലും ജീവിക്കും. Don't worry if a believer is dying. ഒരു വിശ്വാസി മരിക്കുകയാണെങ്കിൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. Why? എന്തുകൊണ്ട്? He will live again. അവൻ വീണ്ടും ജീവിക്കും. Hallelujah. ഹല്ലേലൂയ. And whoever lives and believes in me will never die. എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. Then Jesus asked her a question. അവിടെ യേശു ഒരു ചോദ്യം ചോദിക്കുന്നു. Do you believe നീ this? ഇത് വിശ്വസിക്കുന്നോ? Jesus spoke these verses when he was alive on earth. അവൻ ഭൂമിയിൽ ജീവനോട് ഇരുന്നപ്പോഴാണ് ഈ വാക്ക് യേശു പറഞ്ഞത്. Before he died, buried and resurrected. യേശു മരിച്ച് അടക്കപ്പെട്ട് പുനരുദ്ധാനം ചെയ്യുന്നതിന് മുൻപ്. And Jesus was saying this to a dead man's sister. യേശു ഇത് പറഞ്ഞത് ഒരു മരിച്ചു കിടക്കുന്ന ആളുടെ സഹോദരിയോടാണ് യേശു ഇത് പറയുന്നത്. Hallelujah. ഹല്ലേലൂയ. He was still living. യേശു അപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. That time he said, I am the life and the resurrection. ഞാൻ ജീവനും പുനരുദ്ധാനവുമാകുന്നു. Do you know one thing?
ഒരു കാര്യം അറിയാമോ? however mighty you are, നിങ്ങൾ എത്ര ശക്തിയുള്ളവനാണെങ്കിലും, however victorious you are, എത്ര ജയാളിയാണെങ്കിലും, one day ഒരു ദിവസം you will be conquered by death. നിങ്ങളെ മരണം കീഴടക്കിയിരിക്കും. All the great emperors in history, ചരിത്രത്തിലെ എല്ലാ വലിയ ചക്രവർത്തിമാരും one day they had to surrender before death. അവരെല്ലാവരും മരണത്തിന് മുൻപാകെ ഒരിക്കൽ കീഴടങ്ങേണ്ടി വന്നു. The Bible says വചനം പറയുന്നു, that death is the last enemy. മരണം ഒടുവിലത്തെ അവസാനത്തെ ശത്രുവാകുന്നു. But do you know something? നിങ്ങൾക്കറിയാമോ? Not even the devil is your last enemy. പിശാച് പോലും നിങ്ങളുടെ അവസാനത്തെ ശത്രുവല്ല. It is death. മരണമാണ് അവസാനത്തെ ശത്രു. If you have guts to say in the name of Jesus go, devil will flee. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പോ പിശാച് എന്ന് പറഞ്ഞാൽ പിശാച് പോവും. But death will not go. പക്ഷെ മരണം മാറുകയില്ല. One day you will have to surrender before death. നിങ്ങൾക്ക് ഒരിക്കൽ മരണത്തിന് കീഴ്പ്പെട്ടേ പറ്റൂ. But I have a happy news. എനിക്കൊരു നല്ല വാർത്തയുണ്ട്. He has the ultimate victory over death. മരണത്തിന്റെ മേൽ അന്തിമ വിജയം യേശു എടുത്തു. And Jesus said, യേശു പറയുന്നു, do not be afraid of anything. നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. I have conquered even the last enemy. അവസാനത്തെ ശത്രുവായ മരണത്തെ ഞാൻ തോൽപ്പിച്ചിരിക്കുന്നു. And then പിന്നീട് Jesus showed John, look here, I have the keys of the death and Hades. യേശു യോഹന്നാൻ അപ്പോസ്തലനെ കാണിച്ചു കൊടുത്തു, നോക്കൂ, ഇതാ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ പക്കലുണ്ട്. Don't be afraid of anything. ഒന്നിനെ നീ ഭയപ്പെടേണ്ട. Because I live, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് you will also live. നീയും ജീവിക്കും. He came to give you not full life or half life. നിങ്ങൾക്ക് പൂർണ്ണ ജീവനോ പകുതി ജീവനോ നൽകുവാനല്ല, He came to give you eternal life. അവൻ നിനക്ക് നിത്യജീവൻ നൽകുവാൻ വന്നവനാണ്. ഹലോ, ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? ബാബു എന്ന് പറഞ്ഞാണ്. ബാബു. എവിടുന്നാ ബാബു ബ്രദർ വിളിക്കുന്നത്? ഹരിപ്പാട്, ആലപ്പുഴ ജില്ലയിൽ. ഓ, ആലപ്പുഴ ഹരിപ്പാട് എന്നല്ലേ. ഇത് സിസ്റ്റർ ഷെമിയാണ്. എൻ്റെ കൂടെ ബ്രദർ ഡാമിയൻ ഉണ്ട്. അദ്ദേഹത്തോട് ഇപ്പൊ ചോദ്യം ചോദിച്ചോളൂ കേട്ടോ. എനിക്ക് ആ ദൈവത്തെങ്കിലേക്ക് കൂടുതൽ അടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. ഒരു വർഷം കൊണ്ട് ഞാനിത് കാണുന്നുണ്ട്. ആ. അവിടെ അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ദൈവത്തെ അതെങ്ങനെയാണെന്ന് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് എന്റെ ദൈവത്തോട് എനിക്ക് കൂടുതലായിട്ട് അടുക്കണം ആഗ്രഹമുണ്ട്. ദൈവത്തോട് കൂടുതൽ അടുക്കാനായിട്ട് എന്ത് ചെയ്യണം അതല്ലേ ചോദിക്കുന്നേ? എനിക്ക് അതേ ചോദിക്കുന്നത്. ഓക്കെ, ഈ ഒരു ചോദ്യം വളരെ നല്ലതാണ്. കാരണം ദൈവത്തോട് അടുക്കാനുള്ള ആഗ്രഹം, ദൈവത്തോട് അടുക്കാനുള്ള ആഗ്രഹം ഉണ്ടെന്നത് തന്നെ വലിയൊരു പോസിറ്റീവ് ക്വാളിറ്റിയാണ്. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, വെൻ വി ടേക്ക് വൺ സ്റ്റെപ്പ് ഗോഡ് വിൽ ടേക്ക് 1000 സ്റ്റെപ്സ് ടു റീച്ച് അസ്. ഇങ്ങോട്ട് നമ്മളൊരു കാൽച്ചുവട് എടുത്ത് വെക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് ഒരു കാൽച്ചുവട് എടുത്ത് വെക്കുമ്പോൾ ദൈവം 1000 ചുവട് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കും. കാരണം യേശുവിൻ്റെ പ്രത്യേകതയാണ്, യേശു നമ്മളെ തേടി സ്വർഗം വിട്ട് ഇങ്ങോട്ട് നമ്മളെ തേടി വന്നത്. അപ്പോൾ ദൈവത്തിനും കൂടി ഒരു ആഗ്രഹമുണ്ട് ഇങ്ങോട്ട് വരാൻ, അടുത്ത് വരാൻ. ഇനി വലിയ വലിയ ഫിലോസഫിയോ അല്ലെങ്കിൽ തിയോളജിയോ പറഞ്ഞിട്ട് കാര്യമില്ല, പ്രാക്ടിക്കലി എന്ത് ചെയ്യണം? അപ്പോൾ ഒരു മാർഗം എന്ന് പറയുന്നത് വേണ്ടത്ര ദൈവവചനം പഠിക്കുക, ഉള്ളിലാക്കുക. വായിച്ചിങ്ങനെ വിടുവല്ല, വായിച്ചിങ്ങനെ എടുക്കണം, അകത്താക്കണം. അകത്ത് അതിനെ മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ധ്യാനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ആ വചനത്തെ ചുറ്റിപ്പറ്റി ചിന്തിച്ച് ധ്യാനിച്ച് അങ്ങനെ ദൈവവചനം നമ്മൾ വസിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6:63 പറയുന്നത് എൻ്റെ വചനം ആത്മാവും ജീവനുമാകും. അതിനകത്ത് തന്നെ ഒരു റിലീസുണ്ട്, ഹോളി സ്പിരിറ്റിൻ്റെ റിലീസുണ്ട്, ലൈഫിൻ്റെ റിലീസുണ്ട്. ഇതെല്ലാം ദൈവസാന്നിധ്യം നമ്മളിലേക്ക് കൊണ്ടുവരുന്നതാണ്. കൂടാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടുതൽ നിറയുക. അതിനുള്ള എളുപ്പ വഴി കൂടുതൽ സമയം ദൈവസ്ഥലിൽ ചെലവഴിക്കുക എന്ന് പറയുന്നത് കൂടുതൽ സമയം പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ വലിയ വാക്കുകൾ വെടിവെട്ടുന്നത് പോലെ ദൈവത്തെ പേടിപ്പിക്കുന്ന പോലെ വിളിച്ചു പറയുക എന്നുള്ളതല്ല. ഹൃദയം കൊണ്ട് ദൈവത്തോടത്ത് കർത്താവ് ഒരിക്കൽ പരാതി പറഞ്ഞു, നിങ്ങൾ അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം എന്നെ വിട്ട് മാറിയിരിക്കുന്നു എന്ന് വെച്ചാൽ ലിപ് സർവീസ്, നമ്മുടെ അധരം കൊണ്ടുള്ള ഒരു തരം സേവ, അതല്ല ദൈവം ആഗ്രഹിക്കും. നമ്മുടെ ഹൃദയം ദൈവത്തോട് അടുക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദൈവവചനം കൂടുതൽ നമ്മൾ ഉള്ളിലാക്കുക, പരിശുദ്ധാത്മാവിൽ നിറയുക, കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുക. അപ്പോൾ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ട് വരുന്നതാണ് നമ്മുടെ ആരാധന. ആരാധന എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഞായറാഴ്ച പ്രാർത്ഥനയാണ് നമ്മുടെ തലയിൽ വരുന്നത്, അതല്ല. ദാറ്റ്സ് ആൻ ഈവൻറ്റ്.
വർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ ദൈവത്തെ, നമ്മുടെ മേക്കർ, നമ്മളെ ഉണ്ടാക്കിയ നിർമ്മിച്ച ദൈവത്തെ, അകത്ത് നിന്ന് സൃഷ്ടാവിനെ നമ്മളെപ്പോഴും പുകഴ്ത്തുകയും ഈ ജീവിതം തന്നതിന് നന്ദി പറയുകയെല്ലാം ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ അതിൻ്റെ എക്സ്പ്രഷനായിട്ട് പാട്ട് പാടാം, സ്തുതിപ്പിൻ്റെ വചനങ്ങൾ, സ്തുതിപ്പിൻ്റെ വാക്കുകൾ പറയാം, പല രീതിയിൽ കൈ ഉയർത്താം, മുട്ടുകുത്തി നിൽക്കാം, എന്ത് വേണേലും ചെയ്യാം, സാധാരണ നടന്നുകൊണ്ടും ചെയ്യാം, ഏത് സമയത്തും ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തോട് തീർച്ചയായും നമ്മൾ വളരെ 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 അടുത്ത് വരുന്നതായി നമുക്ക് അനുഭവിക്കാം. ഇതിൽ നിന്നും നമ്മൾ പിന്മാറുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം കുറയുന്നത് പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. ബ്രദർ ബാബു സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു വിശ്വാസത്തിലേക്ക് പിച്ചവെച്ച് തുടങ്ങുന്ന യേശുവിലേക്ക് നടക്കുന്ന ഒരാളാണ്. അയാൾക്ക് ഇത്തരം ആളുകൾക്ക് ആരാധന, പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് തനിയെ വരില്ല. അപ്പം എൻ്റെ ഒരു സജഷനാണ് ഒരു കൂട്ടായ്മ. യു ആർ റൈറ്റ്. ഒരു കൂട്ടായ്മയിലേക്കും കൂടെ തീർച്ചയായിട്ടും അതിന് വളരെ നല്ല ഒരു ക്ഷമ പറഞ്ഞതുപോലെ മറ്റുള്ളവരോട് കൂടെ ഇരുന്ന് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ തുടക്ക സമയങ്ങൾ തീർച്ചയായും അത് മസ്റ്റാണ്. അതിനെ ഇങ്ങനെ കൂടെ വേണമെങ്കിൽ പറയാം, കുറേ അധികം വിറക് കൊള്ളികൾ കൂട്ടിയിട്ടിരിക്കുക, തീ കത്തുക. എന്നാൽ അതിൽ നിന്ന് ഒരു കൊള്ളി നമ്മൾ വലിച്ചെടുത്ത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അത് തന്നെ കിട്ടും. എന്നാൽ ഇതിൻ്റെ അകത്താണ് നടക്കുന്നതെങ്കിൽ എല്ലാം കൂടി നന്നായിട്ട് കത്തും. അത് നമുക്ക് കണ്ടറിയാവുന്ന, പരീക്ഷിച്ചറിയാവുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെയാണ് ആ സ്പിരിച്വൽ ഫയർ അല്ലെങ്കിൽ ആ ദൈവ സാന്നിധ്യത്തിൻ്റെ ഇത് കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ ഭയങ്കരമായി നമുക്കത് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ കൂട്ടായ്മ കൂടെ വളരെ പ്രസക്തമാണ്. ഓക്കെ ബ്രദർ ബാബു, ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചതിന് വളരെ നന്ദി. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെടുമങ്ങാട് ജൂൺ 19 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. PV ഓഡിറ്റോറിയം, പഴക്കുറ്റി, നെടുമങ്ങാട്, തിരുവനന്തപുരം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജൂൺ 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഫെലോഷിപ്പ് ഓഡിറ്റോറിയം, തിരുവല്ല. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങളെ കർത്താവ് തൊട്ട് പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി നൽകും. കണ്ണുനീർ താഴ്വരയിലൂടെ പോകുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. കർത്താവ് ഒരു വലിയ ജലാശയമായി കണ്ണുനീരിൻ്റെ താഴ്വരകളെ അനുഗ്രഹത്തിൻ്റെ ജലാശയങ്ങളാക്കി മാറ്റട്ടെ. കർത്താവ് ദുഃഖത്തിൻ്റെ താഴ്വരയിലൂടെ പോകുന്നവർ ദൈവിക സമാധാനത്താലും ആശ്വാസത്താലും നിറയപ്പെടട്ടെ. കിടപ്പ് രോഗികൾക്ക് വേണ്ടി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കിടപ്പിൽ കിടന്നുകൊണ്ട് കാണുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആ കിടപ്പ് മതി, രോഗക്കിടക്കയെ അങ്ങ് മാറ്റി വിരിച്ച് ഇവരെഴുന്നേൽപ്പിക്കണമേ. ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ, നോർമൽ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ വിടുതൽ കർത്താവ് കൽപ്പിച്ചതിനായി നന്ദി പറയും. ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ മുഴകൾ പോലെ, വലിയ ട്യൂമറുകൾ പോലെ വന്ന് പൊട്ടുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് പ്രത്യേകമായി കണ്ട് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം ആ സൗഖ്യം നടക്കട്ടെ. താങ്ക് യു ജീസസ്. ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി വലിയ പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ സൗഖ്യത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു. അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാവിധ അലർജികളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ചെവിയുടെ അകത്ത് നിന്ന് പഴുപ്പും വെള്ളവും ഒലിച്ചിറങ്ങുന്ന ആ വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഇൻ ജീസസ് നെയിം. ശരീരത്തിൽ പല സ്ഥലങ്ങളിലെ സിസ്റ്റുകൾ സൗഖ്യമാകട്ടെ. എക്സ്ട്രാ ഗ്രോത്തുകൾ മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. ത്വക്ക് രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഹാർട്ടിൻ്റെ തകരാറുകൾ മാറട്ടെ. ലങ്സിൻ്റെ തകരാറുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ബ്രെയിൻ ട്യൂമർ സൗഖ്യമാകട്ടെ. കുട്ടികളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നിമിഷങ്ങളിൽ അവരുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വൻകാര്യങ്ങൾ അങ്ങ് ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. ജോലി നഷ്ടപ്പെട്ട് മനസ്സ് തകർന്നിരിക്കുന്ന ചില വ്യക്തികൾ
പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് പറയുന്നത്, ആ ജോലി നഷ്ടപ്പെട്ടെങ്കിൽ അതിനേക്ക് നല്ലത് കർത്താവ് തരും. വിശ്വസിക്കുക. നിരാശയുടെ കുഴിയിൽ നിന്നും എഴുന്നേറ്റ് പുറത്തു വരിക. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി വഴികൾ അങ്ങ് തുറക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ചില നഴ്സിംഗ് ജോലി ചെയ്യുന്ന ചില സഹോദരിമാർ, മെയിൽ നഴ്സിംഗ് ചെയ്യുന്ന സഹോദരന്മാരുമുണ്ട്. അവർക്ക് വേണ്ടി അവർ കുറെ കൂടി നല്ലൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ചിലർക്ക് വേണ്ടി ചില പുതിയ വഴികൾ തുറക്കാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നിങ്ങളുടെ രോഗമോ പ്രശ്നമോ എന്താണെങ്കിലും ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഇവരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ കർത്താവ് നീ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവരോടും നന്ദി പറയുന്നു. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. തീർച്ചയായും വരണം. അകലെയാണെങ്കിൽ പോലും തീർച്ചയായും വരണം. നാളെ തിരുവല്ലയിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. അതിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അവിടെ വരുമ്പോൾ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങളായ ആശിഷമാരി എന്ന പുസ്തകം, എൻ്റെ പ്രാർത്ഥന ഡയറി, വിന്നേഴ്സ് ഫാക്ടറി, അതുപോലെ സെർമൺ നോട്ട് കീപ്പർ തുടങ്ങിയ പുസ്തകങ്ങൾ കരസ്ഥമാക്കാൻ മറക്കരുത്. തപാൽ മാർഗം ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി നിങ്ങൾക്ക് കരസ്ഥമാക്കാം. ഇതിൻ്റെ എല്ലാം ഈ ബുക്കുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാഡ്ജറ്റുകളിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, എല്ലാ ഞായറാഴ്ചയും നമ്മുടെ നിരവധി ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ ഒരേ സമയം തത്സമയ സംപ്രേഷണത്തിലൂടെ ഒരുമിച്ച് കണക്റ്റഡായി ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവവചന ശുശ്രൂഷ സ്വീകരിക്കുകയും ചെയ്യാൻ എല്ലാവർക്കും അവസരമുണ്ട്. അതുകൊണ്ട് ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച നമുക്ക് ബ്ലെസ്സിങ് ടുഡേയിലൂടെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.